തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് BJP സർക്കാർ വിതരണം ചെയ്യുന്നത് ഭാരത് റൈസ് അല്ല, തൃശൂർ റൈസ് എന്ന് CPI നേതാവ് PS സുനിൽകുമാർ. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും സുനിൽകുമാർ. വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കുമിടയിലും ഭാരത് റൈസ് വിതരണം തൃശൂരിൽ മുന്നോട്ട് തന്നെ. ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയോജക മണ്ഡലങ്ങൾ തിരിച്ച് ദിവസവും അരിയും പലവ്യഞ്ജന സാധനങ്ങളും വിതരണം നടക്കുന്നു. ഇതിനെതിരെ കോൺഗ്രസിന് പിന്നാലെ CPIയും രംഗത്തെത്തി. ഭാരത് അരി വിതരണം ചെയ്യുന്നതിന് BJP വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര സർക്കാരിൻ്റെ സംവിധാനങ്ങളെ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഒരു ദുരുപയോഗം ചെയ്യുന്നതാണ്. വിലക്കയറ്റം സൃഷ്ടിച്ചിട്ടുള്ള BJP തന്നെ 29 രൂപയുടെ ഭാരത അരി എന്ന് പറഞ്ഞൊരു ഗിമ്മിക്ക് കാണിച്ചാൽ ഇത് ജനങ്ങൾ അത്രമാത്രം ചിന്താശേഷി ഇല്ലാത്തവരാണെന്ന് ധരിച്ചുകൊണ്ടാണ്. നേരത്തെ തന്നെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വാദപ്രതിവാദങ്ങളിലൂടെ തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചിട്ടുണ്ട്. അതിനു പിന്നാലെയായിരുന്നു ഭാരത് റൈസിന്റെ വരവ്. ഇപ്പോൾ തൃശൂരിൽ ചർച്ച പൊന്നിയരിയാണ്. പൊന്നിയരിയിലൂടെ നേട്ടമുണ്ടാക്കാൻ BJP ശ്രമിക്കുമ്പോൾ എന്ത് വില കൊടുത്തും തടയിടാനാണ് ഇരു മുന്നണികളുടെയും ശ്രമം. എന്നാൽ അരി വിതരണം തടഞ്ഞാൽ അത് തിരിച്ചടിക്കുമെന്ന തിരിച്ചറിവും ഇരു മുന്നണികൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അരിയുടെ രാഷ്ട്രീയം തുറന്നു കാട്ടാനാണ് മുന്നണികൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. റിപ്പോർട്ടർ ജെയ്സൺ, ഇൻ റിപ്പോർട്ടർ, തൃശൂർ.